പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon's all-in-one ink tank കളർ പ്രിന്ററായ Canon Pixma G2020 എന്ന പ്രിന്ററിന്റെ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Canon Pixma G2020 എന്ന പ്രിന്റർ കുറച്ച് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു എറർ മെസ്സേജ് വരുന്നതാണ്. അതായത് ഇതിന്റെ മെയിൻ്റെനൻസ് ബോക്സ് ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. കണ്ടില്ല, ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സപ്പോർട്ട് കോഡ് 1726 എന്നുള്ളൊരു സപ്പോർട്ട് കോഡ് കൂടിയുള്ള ഒരു എറർ മെസ്സേജ് ആയിരിക്കും വരിക. മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ഫുൾ ആണ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വാറണ്ടി കവറേജിൽ വരുന്ന കാര്യമല്ല. ഇതിന് നിങ്ങൾ പ്രിന്റർ വാറണ്ടി ഉള്ളതാണെങ്കിലും ഇത് പെയ്ഡ് സർവീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിന് വേണ്ടത് MC-G02 എന്ന Canon's മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ആണ് ഈ മോഡൽ പ്രിന്ററിന് വരുന്നത്. ഇത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിയറസ്റ്റ് ഉള്ള Canon's ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു ചിപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരിക്കലും ഇങ്ക് പാഡ് ആ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് മാറാതെ ചിപ്പ് മാത്രം റീപ്ലേസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ അകത്ത് ഇങ്ക് നിറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ചിപ്പ് മാത്രം മാറിക്കഴിഞ്ഞാൽ ഇങ്ക് പുറത്തോട്ട് വരുന്നതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് മെയിൻ്റെനൻസ് കാർട്രിഡ്ജ്. അതിൻ്റെ കൂടെ ഒരു കവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു പ്ലാസ്റ്റിക് കവർ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ പഴയ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ഉണ്ടല്ലോ, ഇങ്ക് നിറഞ്ഞാണ്ട് ഫുള്ളായിരിക്കുന്നത്, അത് ഇതിലിട്ടിട്ട് വേണം ഒഴിവാക്കാൻ. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് മാറ്റാൻ വേണ്ടി പ്രിന്ററിൻ്റെ പിറകു വശത്ത് കാണുന്ന ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു വലിയൊരു സ്ക്രൂ കാണാൻ സാധിക്കും. അതൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ്ട് ആ സ്ക്രൂ നിങ്ങൾക്ക് ഊരിയെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോർ ഉണ്ടാവും. ആ ഡോർ ഓപ്പൺ ചെയ്യണം. ആ ഡോറിൻ്റെ അകത്താണ് മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ഉള്ളത്. ആ ഡോർ നമുക്ക് ഇതേപോലത്തെ റൈറ്റ് സൈഡിൽ തന്നെ ആ സ്ക്രൂവിൻ്റെ താഴെയായിട്ടൊരു ഹോൾസ് കാണാൻ കഴിയും. അതിലൂടെ കൈയെടുത്താണ് നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ആ ഡോർ ഓപ്പണായി വരുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം അവിടെ ജസ്റ്റ് സെൻട്രലായിട്ട് ഇതേപോലെ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇതാണ് മെയിൻ്റെനൻസ് കാർട്രിഡ്ജ്. ഇതിൽ അകത്ത് ഫുള്ള് ഇങ്കാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ പുതിയ കാർട്രിഡ്ജിൽ കാണാൻ സാധിക്കും. ആ പഞ്ഞിയെല്ലാം വെള്ള കളറായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ കാർട്രിഡ്ജ് ഇതേപോലെ ജസ്റ്റ് നമ്മൾ എടുത്താണ്ട് ഇതേപോലെ നേരത്തെ പഴയത് ഊരി അതേപോലെ തന്നെ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഇൻസെർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഫിറ്റ് ആവണം. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താണ്ട് അത് ലോക്ക് ചെയ്യുക. അതിനുശേഷം ആ ഡോറ് അതിലേക്ക് തിരിച്ച് തന്നെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. കണ്ടില്ല, ഡോറില്ലാതെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഡോറ് വെക്കുന്നത് നല്ലതായിരിക്കും. വെക്കുക. അതിന് ശേഷം നമ്മൾ ആ സ്ക്രൂ തിരിച്ച് അതിലേക്ക് ടൈറ്റ് ചെയ്യണം. ആ ഹോൾസിലേക്ക് ഇട്ടാണ്ട് ടൈറ്റ് ചെയ്യേണ്ടതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഈ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ഒരിക്കലും വാറണ്ടിയിൽ കവർ ആവുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് പെയ്ഡ് സർവീസ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് സിമ്പിളായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ആ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ കവറിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മുടെ പഴയ കാർട്രിഡ്ജ് ഇത് ഇതിൻ്റെ അകത്തേട്ട് ഇട്ടതിന് ശേഷം മാത്രം ഈ കവറോട് കൂടി ഒഴിവാക്കാനേ പാടുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് ആ വേസ്റ്റ് മെയിൻ്റെനൻസ് കാർട്രിഡ്ജിൻ്റെ അകത്ത് ഫുൾ ഇങ്കാണുള്ളത്. അപ്പോൾ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി കവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബോക്സിലായിട്ട് തന്നെ തിരിച്ച് അതിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും ആ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് ഫുൾ എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിപ്പ് മാത്രം മാറ്റരുത്. ഈ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് മുഴുവനായിട്ട് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഇങ്ക് ഫുള്ള് സ്പ്രെഡായിട്ട് പ്രിൻ്ററിൻ്റെ അകത്തും സെൻസർമേലെല്ലാം വന്നാണ്ട് പിന്നെ കൂടുതൽ മെയിൻ്റെനൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കുക. കണ്ടില്ല, ഇപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് കാർട്രിഡ്ജ് മാറ്റിയതുകൊണ്ട് പ്രിൻ്ററിൽ വേറെ എറർ കോഡ്സ് ഒന്നും കാണാനില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ എറർ കോഡ് വരുന്നതാണ്. അതൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ്. യെസ്, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ മെയിൻ്റെനൻസ് ബോക്സ് കാർട്രിഡ്ജ് പഴയത് ഒഴിവാക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ വലിച്ചെറിയരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.